സന്ദീപ് വാര്യർ, ഇവിടെ നോക്കൂ, ഇതാണ് ഇവരുടെ അവസ്ഥ. ഇവരുടെ കയ്യും കാലം കെട്ടിയിട്ട് ഇപ്പൊ പ്രവീണിന്റെ ഉള്ളിലുള്ള ധാർമ്മിക രോഷം എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അദ്ദേഹത്തിന് പുറത്തു പറയാൻ പരിമിതിയുണ്ട്. അതിന് കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ഒരു നഷ്ടം ഉണ്ടാകുന്ന അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസർക്കും അദ്ദേഹത്തിന്റെ സിനിമാ ഭാവിക്ക് മാത്രമാണ്. പറയുന്നതിന് പരിമിതിയുണ്ട്, ചെയ്യുന്നതിന് പരിമിതിയുണ്ട്, നിയമപോരാട്ടത്തിന് പരിമിതി. എങ്കിലും അതിന്റെ ഈ പറയുന്ന ഷോർട്ട് ഫ്രെയിമിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവർ ചെയ്തു. സന്ദീപ്, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി അഭിനയിക്കുന്ന സിനിമയാണ്. സുരേഷ് ഗോപി ഇതുവരെ കമാന്ന് ഈ വിഷയത്തിൽ മിണ്ടിയിട്ടില്ല കേട്ടോ. എമ്പുരാനടക്കമുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിൽ കമാന്ന് മിണ്ടിയിട്ടില്ല. ഇത് നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 വർഷം മുമ്പൊക്കെ ഇത് കേട്ടാൽ തമാശ എന്ന് തോന്നുന്നുണ്ടായിരുന്നുള്ളൂ. ഇത് ആദ്യം കേൾക്കുമ്പോഴും ഞാൻ കരുതുന്നത് എന്തോ PR സ്റ്റണ്ട് ആണെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു. എന്താണ്, സീത വൈദേഹ രാജ്യത്തെ, ജനകൻ എന്ന് പറയുന്ന ഒരു പേരല്ല, അത് രാജാക്കന്മാർക്ക് പൊതുവെ കൊടുക്കുന്ന ഒരു ടൈറ്റിലാണ്. സീത എന്താണ്, ഈ പറഞ്ഞ വിദേഹ എന്ന് പറയുന്ന രാജ്യത്തെ മകളാണ്, വൈദേഹിയാണ്. അതുകൊണ്ട് സീതയുടെ ഇനിഷ്യൽ വൈദേഹി സീത എന്നതിൻ്റെ സീതയുടെ ഇനിഷ്യൽ V എന്ന് പറഞ്ഞാൽ പരാതി കൊടുത്താൽ പിന്നെയും പ്രശ്നമാവും. പണ്ട് നേരത്തെ ചിരിച്ചോളായിരുന്നു, ഇപ്പോൾ ചിരിച്ചോളാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഹഷ്മി, ഒന്നാമതായിട്ട് ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകരെ നമുക്കൊരിക്കലും ഇതിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു പക്ഷേ അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം പൂർണ്ണമായിട്ടും അവരുടെ ഈ കലാരൂപം, കലാസൃഷ്ടി അത് അവരെ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ജനങ്ങൾ കാണണമെന്ന ആഗ്രഹം തീർച്ചയായിട്ടും അത് ഏതൊരു കലാകാരൻ്റെയും ആഗ്രഹമായിരിക്കും. അദ്ദേഹത്തിൻ്റെ സർഗ്ഗസൃഷ്ടി അദ്ദേഹം എപ്രകാരമാണോ അതിനെ വീക്ഷിച്ചത് അതുപോലെ തന്നെ പൊതുസമൂഹം വീക്ഷിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലുള്ള ഈ സെൻസർഷിപ്പ് സംവിധാനവും അതുപോലെ തന്നെ ഇപ്പോൾ ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സെൻസർ ബോർഡിലിരിക്കുന്ന ആളുകളുമൊക്കെ ഇത്തരം കലാസൃഷ്ടികൾക്ക് മേൽ കത്തിവെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കലാകാരൻ്റെ അവകാശം അവിടെ നിഷേധിക്കപ്പെടുന്നുണ്ട്. പക്ഷേ സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിനൊരു ഷെൽഫ് ലൈഫ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സിനിമ ഇത് ഷൂട്ട് ചെയ്ത് 10 കോടി രൂപയോളം മുടക്കി ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസർക്ക് അതിൻ്റെ പണം എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്ത പണം തിരിച്ചു കിട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത് വലിയ ദോഷമായി ബാധിക്കും, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ബാധിക്കും. നമുക്കൊക്കെ ഇവിടെ ഇരുന്ന് ചർച്ച നടത്തിയാൽ മതി, പക്ഷേ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ജീവിതം തന്നെ അപകടത്തിലാവുന്ന സാഹചര്യം ഉണ്ടാവും. മറ്റൊന്ന് സംവിധായകനും സിനിമാ മേഖലയാണ്, അറിയാമല്ലോ. ഈ സിനിമകൾ തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ദൗർഭാഗ്യം, അത്തരം ചില കാര്യങ്ങളൊക്കെ അമിതമായി വിശ്വസിക്കുന്ന ഒരു മേഖല കൂടിയാണ് സിനിമാ മേഖല. ഒരുപക്ഷെ സംവിധായകൻ്റെ പേരിൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും സിനിമയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തൻ്റെ സൃഷ്ടി ഇനി ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രമേ അവർ ആഗ്രഹിക്കുകയുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഇന്ന് ഒരുപക്ഷെ സെൻസർ ബോർഡ് ഏറ്റവും അവസാനം ഈ ഫിലിം ബോർഡ് എടുത്തൊരു തീരുമാനത്തോട് അല്ലെങ്കിൽ ബോർഡ് മുന്നോട്ട് വെച്ച ഒരു കാര്യത്തോട് അവർക്ക് യോജിക്കേണ്ടി വന്നത്. എന്നാൽ തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ 90-ലധികം കട്ടുകൾ ഇപ്പോൾ ഒഴിവാക്കേണ്ടി വന്നു, 2 കട്ടുകളിലേക്ക് ചുരുങ്ങി. മാത്രമല്ല വളരെ വിചിത്രമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ജാനകി V എന്ന് കൊടുത്താൽ മതി എന്ന്. അപ്പം എന്തൊരു തമാശയാണ് ഇത്. തമാശ എന്ന് പറഞ്ഞാൽ നോക്കൂ, നിങ്ങളിപ്പം എസ് ജാനകിക്ക് ഈ കാലത്ത് അങ്ങനെയാണെങ്കിൽ ഭക്തിഗാനം മാത്രമേ പാടാൻ സാധിക്കുള്ളായിരുന്നു അല്ലേ? ഞാനിന്നിപ്പോൾ V ഉണ്ണികൃഷ്ണൻ സാറായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഉണ്ണിയേട്ടൻ പറഞ്ഞത് എസ് ജാനകി ഈ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ അവർക്ക് ഭക്തിഗാനം മാത്രമേ പാടാൻ സാധിക്കുള്ളായിരുന്നു. കാരണം എസ് ജാനകിയൊക്കെ എത്രയോ എന്താ പറയുക പല വിധത്തിലുള്ള രംഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പാട്ടുകൾ പാടിയിട്ടുള്ള ഒരു മഹതിയായിട്ടുള്ള ഗായികയാണ്. അവർക്കൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ BJPയും RSSും രാജ്യം ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നെങ്കിൽ അവർക്ക് ഭക്തിഗാനം മാത്രം പാടേണ്ട ഒരു അവസരം ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു. ഇവിടെ ഈ സിനിമയ്ക്കെതിരെ നടന്നിട്ടുള്ളത് അതിഹീനമായിട്ടുള്ള കത്തിവെപ്പാണെന്നുള്ളതൊരു തർക്കവുമില്ല, ഒരു ന്യായീകരണവുമില്ല. ഇന്ന് അവരുടെ അഫിഡവിറ്റ് ഇപ്പോൾ ആഷ്മി വായിച്ചത് കൊണ്ട് ഞാൻ ആവർത്തിച്ച് വായിക്കുന്നില്ല, ഞാനത് വായിച്ചതാണ് പൂർണ്ണമായിട്ടും. എന്ത് നീചമായിട്ടാണ് അതിൽ ഈ സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ അല്ലെങ്കിൽ സംവിധായകനെതിരെ അല്ലെങ്കിൽ സിനിമയുടെ പിന്നണി പ്രവർത്തകർക്കെതിരെ അതിൽ ഈ ബോർഡ് ഇതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ന്യായീകരണങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. സന്ദീപ് എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റപ്പെട്ട സംഭവം. നേരത്തെ പത്മകുമാർ എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ സിനിമ ബന്ധപ്പെട്ട അനുഭവം പറയുന്നു. അതിലും നായികയുടെ പേരെന്താണ്? ഇത് തന്നെയാണ്, ജാനകി എന്നാണ് നായികയുടെ പേര്. അതിൽ നായകന്റെ പേര്, നായകനാണോ എന്നറിയില്ല, അദ്ദേഹത്തിന്റെ പേരെന്താണ്? എബ്രഹാം എന്നാണ്. ഈ ജാനകിയും എബ്രഹാമും തമ്മിൽ ഒരടുപ്പം ഉണ്ടാവുന്നു. സെൻസർ ബോർഡിന് ഇത് പ്രശ്നമായി. എബ്രഹാമിന്റെ പേര് മാറ്റാൻ പറഞ്ഞു. ഇവിടെ ഒരു ക്രൈസ്തവ കഥാപാത്രമാണ് വക്കീലായി വരുന്നത്. കോടതി മുറിക്കുള്ളിൽ ഉണ്ടാകുമ്പോഴേക്കും ഇതര മതസ്ഥൻ ചോദ്യം ചെയ്യുന്നു. ഇത് ഉളുപ്പില്ലാതെ എഴുതി വെച്ചിരിക്കുകയാണെന്നേ, അത് കോടതി വെച്ചിരിക്കുകയാണെന്നേ. ഇതെന്താണ് സന്ദീപ്, എങ്ങോട്ടാണ് പോകുന്നേ? നമുക്ക് ഈ ബോർഡിന്റെ ഈ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിൻ്റെ ദുരുദ്ദേശമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് രാജ്യത്ത് മതസ്പർദ്ധയുണ്ടാക്കുന്ന എത്രയോ പ്രൊപ്പഗണ്ട സിനിമകൾ ഇറങ്ങി. ഏതെങ്കിലും സിനിമയെ തടയാൻ ഇവർ തയ്യാറായോ? നമ്മുടെ കേരളത്തിൽ ആവശ്യപ്പെട്ടിട്ട് പോലും അത്തരം സിനിമകൾ തടയാൻ തയ്യാറായില്ലല്ലോ. തെറ്റിദ്ധാരണ പടർത്തുന്ന പ്രൊപ്പഗണ്ട സിനിമകൾ, സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന, വിദ്വേഷം വമിപ്പിക്കുന്ന, വർഗീയത പടർത്തുന്ന സിനിമകൾ
ഒന്നിന് പുറകെ ഒന്നായിട്ട് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് വന്ന എത്രയോ സിനിമകളുണ്ട്. ഒന്നിന് പോലും പൂട്ടിടാൻ അല്ലെങ്കിൽ തടയാൻ, അതിലേതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ഈ ബോർഡ് തയ്യാറായില്ലല്ലോ. മറിച്ച് അതെല്ലാം സത്യമാണെന്നും അതെല്ലാം ജനങ്ങളിലേക്ക് എത്തേണ്ടതാണെന്ന രീതിയിൽ അതിനെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന രീതിയിൽ അനുവദിച്ചു കൊടുത്തവരാണ്. ഇവിടെ വളരെ നിർദോഷമായിട്ടുള്ളൊരു സിനിമ, പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ജാതി മത ലാക്കുമില്ലാതെ എടുത്തിട്ടുള്ള ഒരു സിനിമ, അതും കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി തന്നെ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ. ആ സിനിമയുടെ പേരിൽ കേവലം നായികയുടെ പേര്, നായിക റേപ്പ് വിക്ടിം ആണെന്നുള്ളതിൻ്റെ പേരിൽ ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഇത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ആഷ്മി പറഞ്ഞതുപോലെ നാഗ്പൂരിൽ നിന്നൊരു ലിസ്റ്റ് ഇറക്കട്ടെ, ഏതൊക്കെ ലിസ്റ്റിലുള്ള ഏതൊക്കെ പേരുകൾ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് സംബന്ധിച്ച് നാഗ്പൂരിൽ നിന്നൊരു ലിസ്റ്റ് ഇറക്കി കൊടുക്കട്ടെ. എന്നിട്ട് സിനിമാക്കാർ അതിനനുസരിച്ച് സിനിമ എടുക്കട്ടെ. അപ്പോൾ എന്ത് മോശമാണിത്, എന്ത് വൃത്തികെട്ട ഏർപ്പാടാണിത്. ഒരു സാഹിത്യ ഒരു സർഗ സൃഷ്ടി പുറത്തിറങ്ങുന്ന സമയത്ത് ഈ രീതിയിലുള്ള അസഹിഷ്ണുത പ്രകടിപ്പിക്കുക, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിന് പറയുന്ന ന്യായീകരണങ്ങൾ അങ്ങേയറ്റം മനുഷ്യന്റെ കോമൺ സെൻസിന് നിരക്കാത്ത ന്യായീകരണങ്ങൾ പറഞ്ഞ് കോടതിയിൽ പോവുക. ഇപ്പം കേരളത്തിലെ BJP നേതൃത്വം ഇതിനെക്കുറിച്ച് ഒരു ഒരു അക്ഷരം വേണ്ടിയില്ലല്ലോ. അപ്പോൾ മിനിസ്റ്റർ സുരേഷ് ഗോപി അദ്ദേഹം എനിക്ക് ഒന്ന് കടലിനും ചെകുത്താനും ഇടയിൽപ്പെട്ട അവസ്ഥയിലായിരിക്കാം. ഒരുപക്ഷെ അദ്ദേഹം കൂടി ഭാഗമായിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്, ഒരു സംവിധാനമാണ്, ഒരു എക്കോസിസ്റ്റമാണ് അദ്ദേഹം തന്നെ അഭിനയിച്ച സിനിമയ്ക്ക് പണി കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് വിഷമമുണ്ടായിരിക്കാം, അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടായിരിക്കാം, പക്ഷെ അദ്ദേഹം അതിൻ്റെ വായ മൂടി കെട്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം നേരത്തെ സിനിമ എൻ്റെ ചോറാണ് എന്ന് പറഞ്ഞിരുന്ന ആളാണ്. എനിക്കറിയാം അദ്ദേഹം സിനിമ അഭിനയത്തോട് കലാപ്രവർത്തനത്തോട് അങ്ങേയറ്റ അഭിനിവേശമുള്ള വ്യക്തി തന്നെയാണ്. എനിക്ക് നേരിട്ട് അറിയുന്ന എൻ്റെ ജ്യേഷ്ഠതുല്യനായിട്ടുള്ള വ്യക്തിയാണ്. എനിക്കറിയാം അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു. ഇപ്പോൾ ഒറ്റക്കൊമ്പൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസമൊക്കെ അദ്ദേഹം വലിയ ആവേശത്തോടു കൂടിയാണ് അതിനെക്കുറിച്ച് സംസാരിച്ചത്. അപ്പം ക്യാമറയുടെ മുന്നിൽ വരിക എന്നുള്ളത്, ക്യാമറയുടെ മുന്നിൽ നിൽക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ തന്നെയാണ്. എൻ്റെ ചോറാണ് എന്ന അഭിമാനത്തോടെ പറഞ്ഞിട്ടുള്ള സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ ചോറിൽ ഇങ്ങനെ BJP ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ RSSന്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനം തന്നെ ആ ചോറിൽ മണ്ണ് വാരിയിട്ടപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ് ഇന്ന് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. പണ്ടാണെങ്കിൽ സുരേഷ് ഗോപി അനീതികൾക്കെതിരെ സ്ക്രീനിൽ പ്രതികരിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ് സുരേഷ് ഗോപി. പക്ഷെ അദ്ദേഹത്തിന് നേരെ നടക്കുന്ന അനീതിക്കെതിരെ പോലും അദ്ദേഹത്തിന് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഇവിടെ നോക്കൂ, ഒരു കാര്യം കൂടി പറഞ്ഞ അശ്മി ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിലെ BJP നേതൃത്വമോ കേരളത്തിലെ സംഘപരിവാറോ ഈ വിഷയത്തിൽ ഒരുപക്ഷെ മൗനം അതല്ലെങ്കിൽ തന്ത്രപരമായിട്ടൊരു സമീപനം സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ RSSന്റെ സമീപനം അത് നടപ്പാക്കിയിട്ടുള്ളത് കേന്ദ്രത്തിലെ ഇവരുടെ ഈ ബോർഡാണ്. അതിനെ എതിർക്കാൻ, പരസ്യമായിട്ട് എതിർക്കാനോ അത് ശരിയല്ല എന്ന് പറയാനോ ഇവർ മുന്നോട്ട് വരുന്നില്ല. അവർക്കത് സാധിക്കില്ല. പക്ഷെ കേരളം പോലെ ഒരു സൊസൈറ്റിയിൽ, കേരളത്തിലേതുപോലെ ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. മറ്റേതെങ്കിലും സാഹചര്യമായിരുന്നെങ്കിൽ അവർ ചാടിക്കയറി ഇതിനെ എതിർക്കുമായിരുന്നു. സുരേഷ് ഗോപി അഭിനയിച്ച പടമായതുകൊണ്ട് മാത്രം ഒരല്പം ഇപ്പൊ നിശബ്ദത പാലിച്ചുകൊണ്ട് നിൽക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനോട് ചോദ്യം ഉണ്ടായിരുന്നു, ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ്, അത് CBFC ആണ് നിയന്ത്രിക്കുന്നത്, അവർ പറയട്ടെ എന്നൊരു ഒരു നിരുത്തരവാദ മറുപടിയാണ് രാജീവ് ചന്ദ്രശേഖരൻ. അങ്ങനെയല്ലോ, ഇത് കേന്ദ്ര സർക്കാരിനും ആ മിനിസ്ട്രിയും അതിന്റെ കീഴിലും അതിന്റെ നോമിനികളും ഒക്കെ ഉണ്ടല്ലോ. ഒരു സിനിമയെ കുറിച്ച് അഭിപ്രായം പറയുന്നത്. ഓക്കെ സന്ദീപ്, ഞാൻ